ചന്ദ്രകാന്തം ഒടുവിൽ എല്ലാ സത്യങ്ങളും നമ്മുടെ ഗൗതവും ലക്ഷ്മിയും അറിയുന്നു. അതെ, ഇന്ത്യവരം ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ. അതാണ് ഇപ്പോൾ നമ്മുടെ ചന്ദ്രകലയിൽ നിന്ന് ചന്ദ്രകാന്തം പ്രൊമോ സൂചിപ്പിക്കുന്നത്. വേറെ നമ്മൾ നമ്മുടെ ലക്ഷ്മി നമ്മുടെ ഇന്ത്യവരത്തിലോട്ട് നമ്മുടെ സുജാതയെ നമ്മുടെ ഗൗതം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം, വേറെ ഹോം നേഴ്സിനെ ഒന്നും വെക്കേണ്ട, ഞാൻ തന്നെ നോക്കും എല്ലാ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, മഹേശ്വരൻ്റെ നെഞ്ചു കടന്ന് പെടയോ ആട്ടോ, എന്ത് വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് ഓർത്ത് ആ ഒരു സങ്കടത്തിൽ ഇങ്ങോട്ട് ആരോടും മിണ്ടാതെ ആ ഒരു മനോവിഷമത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നടക്കുകയാട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ പിങ്കിക്ക് ഒരു സംശയം. അപ്പോൾ പിങ്കി നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വലിയച്ഛന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താ പറയുക, ആ ഒരു മാനസിക സമ്മർദ്ദം എന്തൊക്കെയോ ഉണ്ട്, അത് നന്ദയ്ക്ക് അറിയാം, അല്ലെങ്കിൽ നന്ദയായിരിക്കും കാരണം എന്നിങ്ങനെ നമ്മുടെ ഗൗതമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നന്ദ കേൾക്കുന്നുണ്ട്, നമ്മുടെ പിങ്കി ഗൗതമിനോട് പറയുന്ന ഈ കാര്യം. അപ്പോൾ നന്ദ ഇങ്ങനെ അച്ഛനെ കാണാൻ അച്ഛൻ്റെ അടുത്ത് ഈ ഒരു സംശയം, നമ്മുടെ പിങ്കിയുടെ ഗൗതമിൻ്റെ ഈ സംശയം സൂചിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് നമ്മുടെ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, മാനസികമായി വളരെ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ്, ആ ഒരു സമനില തെറ്റിയ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ അച്ഛൻ്റെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രൊമോയിൽ കാണിച്ചത്. അപ്പോൾ ഇനി പോകെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇന്ത്യവരത്തിൽ തന്നെ നമ്മുടെ സുജാതയും ഗാഥയൊക്കെ വന്ന സ്ഥിതിക്ക് പോകെ ആ ഒരു സത്യം എല്ലാവരും തന്നെ അറിയുന്ന നിമിഷമായിരിക്കും ഇനി ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്വന്തം എന്താ പറയുക, ഗാഥയും സുജാതയൊക്കെ സ്വന്തം ഭർത്താവിൻ്റെ എന്താ പറയുക രണ്ടാം ഭാര്യ മകളാണെന്നൊക്കെ അറിയുമ്പോഴുള്ള ആ ഒരു ലക്ഷ്മിയുടെ അവസ്ഥ, ഗൗതമിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയായി തീരും, ഏതൊരു പൊട്ടിത്തെറിയിലായിരിക്കും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ ലക്ഷ്മിയും ഗൗതവും സ്നേഹത്തോടെ അവർ സ്വീകരിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരിങ്ങനെ ആ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.